കുറേ കാലത്തിന് മുമ്പ് നമുക്കറിയാം ആർത്തവം, പീരീഡ്സ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര മോശമായിട്ടും അല്ലെങ്കിൽ ഇത് രഹസ്യമാക്കി വെക്കേണ്ട സാധനങ്ങളാണ്. ഇപ്പോഴും കുറേ സെറ്റ് ഓഫ് ആൾക്കാർക്ക് അത് പവിത്രമായിട്ട് കാണേണ്ടത് അല്ലെങ്കിൽ മോശമായിട്ട് കാണേണ്ടത്, പുറത്ത് പറയേണ്ടത്, സോഷ്യലി പുറത്ത് പറയേണ്ടാത്ത കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കുറേ കാലങ്ങൾക്ക് മുന്നേ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു സിനിമയ്ക്കകത്ത് ഇതിനെപ്പറ്റി റെഫറൻസ് പറയുന്നത്. അതൊക്കെ വളരെ ഒളിച്ചൊക്കെ ആയിരിക്കും ഇത് കടത്തി വിടുന്നത്. അതിന് വേറെ പര്യായങ്ങളുടെ ടേംസ് ഒക്കെ ഇട്ടായിരിക്കും ഇതിനെ ഉപയോഗിച്ച് വിടുന്നത്. ആ ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും സിനിമയ്ക്കകത്ത് കടത്തി വിടുന്നത്. അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞ ഈ ചോക്ലേറ്റ് കാലഘട്ടമല്ല, ചോക്ലേറ്റ് സിനിമ അതിനും മുന്നേ ശരിക്കും ഇത് പുറത്ത് പറയുന്നത് തെറ്റാണെന്നൊക്കെ വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ടി.വിയുടെ വിപ്ലവം വന്നപ്പം നമ്മുടെ പ്രൈം ടൈമിൽ നമുക്ക് വിസ്പറിൻ്റെയും ഷേപ്പേഴ്സിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ ഇങ്ങനെ റെഗുലർലി പോകുന്ന സിസ്റ്റത്തിലേക്ക് വന്നു. അതായത് ആൾക്കാർ ഇതിനെ പുറത്ത് പബ്ലിക്കലി പറയരുതെന്ന് പറയുന്നിടത്തു നിന്ന് നമ്മുടെ പ്രൈം ടൈമിൽ നമ്മുടെ മുന്നിൽ ഇത് കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നു. ശരിക്കും അത് ഈ പറയുന്ന കോർപ്പറേറ്റിൻ്റെ ആവശ്യം അതായിരുന്നു. അത് വന്നു. അപ്പോൾ അതിനാദ്യം ബ്ലൂ കളറായി, പിന്നെ അത് പതുക്കെ റെഡ് കളറായി. ബ്ലഡ് തന്നെയാണ് ആൾക്കാർ എവിഡൻ്റ്ലി കാണിച്ച് നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ഓപ്പൺലി പറയുന്നു എനിക്ക് പീരിയഡ്സ് ആണ്, എനിക്ക് റെസ്റ്റ് വേണം, അതിന് അവധി കൊടുക്കുന്നു. അപ്പോൾ ആ ലെവലിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മനുഷ്യൻ്റെ പുരോഗമനം തന്നെയാണ് ഒരു ലെവലിൽ പറഞ്ഞാൽ. പക്ഷെ അപ്പോഴും അവിടെയും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന പേരിൽ ഒരു സമയത്ത് ഇത് പറഞ്ഞാൽ തെറ്റായിരുന്നു വ്യാഖ്യാനിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ആവിഷ്കാര സ്വാതന്ത്ര്യം അതൊന്നും പറയണ്ട. ഇന്നിപ്പോൾ ഞാനിപ്പോൾ പീരീഡ്സിനെ പറ്റി 2 തമാശ പറയുകയാണെങ്കിൽ കുറച്ച് പേര് ഒഫൻഡഡ് ആണ്. നീ എന്തിനും അതിനെപ്പറ്റി തമാശ നിനക്ക് യൂട്രസ് ഉണ്ടോ? നോ യൂട്രസ്, നോ ഒപ്പീനിയൻ.